ഭൂമിക്ക് തണലേകാൻ മരങ്ങൾ തന്നെ വേണം. ഓരോ വർഷവും 10,000-കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പച്ച മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് ഇനി പാലക്കാട് കലൂർ മുച്ചേരിയിലെ അരങ്ങാട്ട് വീട്ടിൽ ബാലകൃഷ്ണൻ, അല്ലെങ്കിൽ കലൂർ ബാലൻ. ജൂൺ 5 മാത്രമല്ല, എല്ലാ ദിവസവും പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട് ഗ്രീൻമാൻ എന്ന പട്ടവും കലൂർ ബാലനെ തേടിയെത്തി. ചാരായം കച്ചവടം ചെയ്തിട്ടുണ്ട്, വള്ളണ്ടിപ്പോ നടത്തി. കള്ള് കച്ചവടം വഴങ്ങില്ലെന്ന് മനസ്സിലാക്കി. വള്ളണ്ടിപ്പോ തന്റെ വഴിയല്ലെന്ന് തിരിച്ചറിഞ്ഞു. മണ്ണിലേക്കിറങ്ങി മണ്ണിനും മനുഷ്യനും വേണ്ടി ജീവിച്ചു. കളിയാക്കലുകൾ പലതും കേട്ടു. നാട്ടുകാരും സുഹൃത്തുക്കളും മാറ്റി നിർത്തി. പക്ഷേ ബാലനെ ബാധിച്ചില്ല ഒന്നും. 24 വർഷമായി പ്രകൃതിയോട് ചേർന്ന് അയാൾ ജീവിക്കുന്നു. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, മലിനമായൊരു ഭൂമിയും, തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെയെല്ലാ മലകളും. കോങ്ങാടിനടുത്തുള്ള അയ്യർമലയുടെ അടിവാരം ബാലന്റെ കണ്ണിൽപ്പെടും വരെ നോക്കത്താ ദൂരത്തോളം തരിശായിരുന്നു. നാളേക്ക് വേണ്ടി, നല്ല വായുവിന് വേണ്ടി അയാൾ മണ്ണ് തൊട്ട് ഉഴുത് വളമിട്ട് വെള്ളമൊഴിച്ചു. അവിടെ പച്ചപ്പ് വിരിഞ്ഞു തുടങ്ങി. പനയും പേരാലും അത്തിയും ഇത്തിയുമെല്ലാം നിറഞ്ഞ ചുടിയൻമല ഒരു വനമായി. എൻ്റെ ഓർമ്മയിൽ ഒരു തരിശ് ഭൂമിയായിരുന്നു ഈ ചുടിയൻമല. പിന്നെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആലും കൂടം വേപ്പും വെച്ച് ശിവക്ഷേത്രത്തെ ജീർണോദ്ധാരം കഴിഞ്ഞ് ഈ ചുടിയൻമലയുടെ താഴ്വാരത്ത് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ള ഭാഗത്തേക്ക് പോയത്. അപ്പോൾ ഈ തരിശ് ഭൂമിയിൽ മരം വൽക്കരിച്ച് ഇപ്പോൾ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അഭയോ ആവാസ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുകയാണ് തരിശ് ഭൂമികളെല്ലാം. കാട് നിർമ്മിച്ച മനുഷ്യന് കാട്ടിലുള്ളത് സഹജീവികളെന്ന് തിരിച്ചറിയുന്നു. അയ്യർമല മുതൽ മുണ്ടൂര് വരെ 17 കിലോമീറ്റർ വനപാതയിൽ എല്ലാ ദിവസവും ബാലൻ ജീപ്പോടിച്ചെത്തും. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച പഴങ്ങൾ കാട്ടിലെ കൂട്ടുകാർക്ക് നൽകും. ബാലേട്ടൻ വന്നതറിഞ്ഞാൽ കൂട്ടുകാർ ഓടിയെത്തും. കഴിഞ്ഞ 15 വർഷമായുള്ള കാഴ്ചയാണ്. ബാലേട്ടൻ ഈ മരം നട്ടതുകൊണ്ടാണ് കന്നിപ്പഞ്ഞിമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അതുകൊണ്ടൊന്നുമല്ല. ഭക്ഷണം കൊടുത്തു പറഞ്ഞാൽ അവരത് കഴിച്ചുകൊണ്ട് പോകും. എന്നാലും അവരുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ അവർ വന്ന് താമസിച്ച് പോകാറുണ്ട്. രാണ്ടം ബാലെന്നൊക്കെ പറയാറുണ്ട്. വനമിത്ര അവാർഡ് കിട്ടിയതിന് ശേഷം നേരെ ആൾക്കാരുടെ തിരിച്ച് സംഗതികളന്മാർ ഇപ്പോൾ ബാലേട്ട ഞങ്ങളുടെ ഭാഗം ചൂട്ട് പൊള്ളിക്കൊണ്ടിരിക്കുന്നു, ബാലേട്ടം വരും, മരം നടാൻ വേണ്ട ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കോടിയിലേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഭൂമിയെ തണുപ്പിക്കണം. കള്ളുകച്ചവടക്കാരന് മാനസാന്തരം വന്നപ്പോഴുള്ള തോന്നലുകളല്ല, മണ്ണിലും ചെളിയിലും നടന്ന പച്ച മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.